Hello everyone. Last class we studied about single roofs, that is the roofs which has only rafters. Okay. Today we will be dealing with the roofs which has both rafters and purlins. Okay. So such roofs are called double or purlin roof. Okay. The roof which has only a member called rafter is called single roof, and which has both the purlin and rafters are called double roof. Okay, so a double roof is the one in which purlins are introduced to the support the common rafters at intermediate points. എന്ന് വെച്ചാൽ നമുക്ക് സ്പാൻ കൂട്ടണം. നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ചെറിയൊരു റൂമിനാണെങ്കിൽ റാഫ്റ്റേഴ്സ് മാത്രം മതി. അതായത് ഐ വിൽ ഷോ ഇറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ ഒരു ചെറിയ റൂമാണ്, ഇത്രയും വീതിയുള്ള റൂമാണെങ്കിൽ അതിന് ഈ റാഫ്റ്റേഴ്സ് മാത്രം മതി. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതാണ് റാഫ്റ്റേഴ്സ്. ഇപ്പം ഇതൊരു റാഫ്റ്ററാണ്, ഇതൊരു റാഫ്റ്ററാണ്. ഓക്കെ, നമ്മളത് ഇതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ നോക്കുവാണെങ്കിൽ ഇങ്ങനെ 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 കൊടുത്തു പോകുന്നതാണ് റാഫ്റ്റേഴ്സ്. ഓക്കെ, അപ്പം ചെറിയൊരു സ്പാൻ ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ, അതായത് ട്രാൻസ്വേഴ്സ് ആയിട്ട് കൊടുക്കുന്ന ഡയറക്ഷനിൽ റാഫ്റ്റേഴ്സ് കൊടുത്താൽ തന്നെ നമ്മുടെ സ്ട്രക്ചർ സേഫ് ആയിട്ട് നിൽക്കും. പക്ഷേ വെൻ ദ സ്പാൻ ഇൻക്രീസസ് വി ഹാവ് ടു deal with more span. If we have to deal with more span, we have to provide എന്ത് പർലിൻസ് പ്രൊവൈഡ് ചെയ്യണം. പർലിൻസ് എന്ന് പറഞ്ഞാൽ റാഫ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനലായിട്ടുള്ള മെമ്പേഴ്സാണ് എന്ത് പർലിൻസ്. ഇപ്പോൾ വരച്ച ഈ ബ്ലൂ കളറിലുള്ള ബാർസ് ആണ് പെർലിൻസ്. ഓക്കെ, ഇത് നമ്മുടെ റാഫ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഓക്കെ, അപ്പോൾ റാഫ്റ്റേഴ്സിന് ഒരു പടി സ്ട്രെങ്ത് കൂടെ കൂടുതൽ കിട്ടും, സപ്പോർട്ടിങ് സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 മീറ്റർ സ്പാനിനെക്കാട്ടി കൂടുതൽ വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഇതുവരെ പഠിച്ച, അതായത് നമ്മൾ സിംഗിൾ റൂഫ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് റൂഫ് പറഞ്ഞു. ലീൻ ടു റൂഫ് പറഞ്ഞു, ഗേബിൾ റൂഫ്, അതുപോലെ തന്നെ ഏതൊക്കെയോ കോളർ ബീം റൂഫ്, കോളർ സിസർ റൂഫ്, അങ്ങനെ കുറേ റൂഫ് പറഞ്ഞു. എല്ലാം 5 മീറ്റർ വരെ പറ്റത്തുള്ളൂ. എബോവ് 5 മീറ്റേഴ്സ് നമുക്ക് ട്രസ്സസ് ഉപയോഗിക്കണമെന്നെങ്കിൽ, അല്ലെങ്കിൽ ഡബിൾ ഓർ പെർലിൻ റൂഫ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം 5 മീറ്റർ സ്പാനിനെക്കാട്ടി കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ ഈ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, പെർലിൻ കൂടെ വരുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, so what's the function of purlin? The function of a purlin is to tie the rafters together. റാഫ്റ്റേഴ്സിനെ ടൈ ചെയ്യുക എന്നുള്ളതാണ് പർലിൻ്റെ ഫംഗ്ഷൻ. പിന്നെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എൻ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ടു ദ റാഫ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ റാഫ്റ്ററിനെ ടൈ ചെയ്ത് അതിലാണ് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം പർലിൻ്റെ മുകളിലാണ് റാഫ്റ്റർ വയ്ക്കുന്നത്. അപ്പോൾ അതും ഒരു സപ്പോർട്ടായിട്ടും അതുപോലെ തന്നെ ഒരു ടൈ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡബിൾ റൂഫ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ? രണ്ട് ഡയറക്ഷനിലുള്ള എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് അതിനെ ഡബിൾ ഓർ പെർലിൻ റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി ഫിഗറിലേക്ക് കടക്കാം. അപ്പോൾ മറ്റ് ഫിഗേഴ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ച റൂഫിൽ ഈ കാണുന്ന എല്ലാ ടോപ്പ് വ്യൂവിൽ, ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, എക്സെപ്റ്റ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. ദീസ് ആർ ദ പെർലിൻസ്. ഓക്കെ, ഈ പെർലിൻസ് റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ അത് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ആയിരിക്കും, അതായത് പുറകിലോട്ട് കിടക്കുകയാണ്, അതിൻ്റെ ബാക്കിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു സപ്പോർട്ട് ആക്ട് ചെയ്യും, അതുപോലെ ടൈ ആയിട്ടും ആക്ട് ചെയ്യും. ഈ കാണുന്നതാണ് റിഡ്ജ് ബീം അല്ലെ റിഡ്ജ് എന്ന് പറയും. ഈ സൈഡിലോട്ടുള്ളതാണ് റാഫ്റ്റേഴ്സ്. ഈ ഏറ്റവും അടിയിലുള്ളത് കോളാർ ബീം. ഇത് വന്ന് റെസ്റ്റ് ചെയ്യുന്നത് വോൾ പ്ലേറ്റിലായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഫിഗർ നോക്കിയാൽ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുമായിട്ട് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായോ? ഈ സൈഡിൽ കാണുന്നത് എന്താണ്? ഈ സൈഡിൽ കാണുന്നത് ഇതിൻ്റെ പേരാണ് ഈവ് ബോർഡ്. EAVE, ഈവ് ബോർഡ്. ഓക്കെ, അത് ഈ വെള്ളമൊന്നും അടിച്ചകത്ത് കയറാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബോർഡാണ് ഈവ് ബോർഡ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴെപ്പോഴും ഈ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നെയിം ചെയ്യണം, ഓരോ എലമെൻറ്റ്സും നെയിം ചെയ്യണം. അപ്പോൾ നെയിം ചെയ്യണമെങ്കിൽ അതിൻ്റെ പേരറിയണം. അപ്പോൾ ഞാൻ പറയും ഇതാണ് റാഫ്റ്റർ.
റാഫ്റ്റർ. അപ്പം എന്താണ് റാഫ്റ്റർ എന്ന് ചോദിക്കരുത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 5 മീറ്റർ, ഇപ്പോൾ എബോവ് ഒരു 6 മീറ്റർ 7 മീറ്ററിന് എബോവ് ഒന്നും എന്തായാലും നമുക്ക് ഡബിൾ റൂഫ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചും കൂടെ സ്ട്രെങ്ത് വേണം. കുറച്ചും കൂടെ സ്ട്രെങ്ത് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ട്രസ്ഡ് റൂഫ് ഉപയോഗിക്കണം. അതിനെന്ന് പറഞ്ഞാൽ 3 എലമെന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ട്രിപ്പിൾ മെമ്പേർഡ് റൂഫ് എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മൾ ആദ്യം സിംഗിൾ റൂഫ്, പിന്നെ ഡബിൾ റൂഫ്, ഇപ്പം ട്രിപ്പിൾ റൂഫാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ട്രസ്ഡ് റൂഫാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് 3 രീതിയിലാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ മറ്റേതിനൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം സിംഗിൾ റൂഫ് പറയുവാണെങ്കിൽ ജസ്റ്റ് റാഫ്റ്റേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? പക്ഷേ ഡബിൾ റൂഫ് ആയപ്പോൾ പെർലിൻസ് കൂടെ വന്നു, ലോഞ്ചിറ്റ്യൂണലായിട്ട് പെർലിൻസും കൂടെ വന്നു. അതായത് ഇങ്ങനെ. അപ്പോൾ ഇത് രണ്ടും വന്നു. ഇപ്പോൾ പെർലിൻസും വന്നു, റാഫ്റ്റേഴ്സും വന്നു. ഇനി ട്രിപ്പിൾ റൂഫ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ട്രസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അടിയിലായിട്ട് വേറൊരു റാഫ്റ്റർ വരും. അതിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. അതായത് പെർലിൻസിൻ്റെ തൊട്ടടിയിലായിട്ട് പ്രിൻസിപ്പൽ റാഫ്റ്റർ വരും. അതിനെ ബേസ് ചെയ്ത് ഒരു ട്രസ് കാണും. ഒരു ട്രസ് കാണും. ട്രസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ കാണും. ആ സ്ട്രക്ചറും കൂടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ ലോഡ് കൈകാര്യം ചെയ്യാനുള്ള, ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെക്കാനിസം ട്രസ് വഴി നടക്കും. സോ 3 രീതിയിൽ നടത്താൻ പറ്റും. ഒന്ന് ട്രസ്, ഒന്ന് പെർലിന്, ഒന്ന് കോമൺ റാഫ്റ്റർ. കോമൺ റാഫ്റ്റർ എന്ന് പറയാനുള്ള കാരണം ഈ ഏറ്റവും മുകളിലുള്ളതാണ് കോമൺ റാഫ്റ്റർ. ഓക്കെ, ഒന്നും കൂടെ ഞാൻ ഫിഗർ വരയ്ക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ ഫ്രണ്ട് വ്യൂ അല്ലെ ഗേബിൾ കാണിക്കാം. അതായത് ഇതാണ് കോമൺ റാഫ്റ്റർ, ഡൗട്ടില്ലല്ലോ. ഇനിയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് എന്ത്? പെർലിൻസ്. ഇതെല്ലാം പെർലിൻസ് ആണ്. പെർലിൻസ് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം ഇത് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡോട്ടായിട്ടേ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടേ കാണത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ വരുന്ന സാധനമാണ് എന്ത്? പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഇപ്പോൾ മനസ്സിലായല്ലോ. ആദ്യം നീല കാണുന്ന, ബ്ലൂയിൽ കാണുന്നതാണ് കോമൺ റാഫ്റ്റേഴ്സ്, നമ്മളെപ്പോഴും റൂഫിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിലാണ് ഇനി ട്രസ് വർക്ക് വരുന്നത്. ഓക്കെ, പല രീതിയിലുള്ള ട്രസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ട്രസ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതിനകത്ത് വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ബാറ്റൻസ് ഉണ്ട്. ബാറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ബാറ്റൻസ്. അത് വെച്ചിട്ടാണ് നമ്മൾ മുകളിൽ എന്തിടുന്നത്? ഷീറ്റ് ഇടുന്നത്. ഷീറ്റ് ഇട്ട് ഉണ്ടോ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത്? കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് നമ്മുടെ റൂഫിംഗ് ഷീറ്റ്. അത് നമ്മൾ റൂഫിംഗ് മെറ്റീരിയൽസിനകത്ത് പഠിക്കും. അതിനുശേഷം തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ളതാണ് എന്ത്? ക്യൂബിക്കലായിട്ട് കാണുന്ന സാധനമാണ് ബാറ്റൻസ്. ബാറ്റൻ്റെ മുകളിലാണ് റൂഫിംഗ് ഷീറ്റ് വെക്കുന്നത്. റൂഫിംഗ് ഷീറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ പേരാണ്, എലമെൻറ്റിൻ്റെ പേരാണ് ബാറ്റൻസ്. അതിൻ്റെ തൊട്ട് താഴെ ബ്ലൂ കളറിൽ കാണുന്നതാണ് എന്ത്? കോമൺ റാഫ്റ്റർ. അതിൻ്റെ തൊട്ട് കാണുന്ന റെഡ് കളറിലുള്ള ഡോട്ടാണ് പെർലിൻസ്. അതിൻ്റെ തൊട്ട് കാണുന്ന ഗ്രീൻ കളറിലുള്ള മൊത്തത്തിനെ ഒന്നിച്ച് പറയുന്ന പേരാണ് ട്രസ് എന്ന് പറയും. പക്ഷെ ഈ മുകളിൽ കാണുന്ന മാത്രമാണെങ്കിൽ അതിനെ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്നും പറയും. അപ്പോൾ ഇത് നമ്മൾ ട്രസ് പഠിക്കുന്ന അല്ലെ വരയ്ക്കുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. So when do a trussed roof is provided? A trussed roof is provided when the length of the room is large. അതായത് റൂമിൻ്റെ ലെങ്ത് കൂടുന്ന സമയത്താണ് ഒരു ട്രസ്ഡ് റൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് സ്പാൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ട്രസ്സസ്. കിങ് പോസ്റ്റ് ട്രസ്, ക്വീൻ പോസ്റ്റ് ട്രസ്, കിങ്ങും ക്യൂവിനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. പിന്നെ മൻസാർഡ് ട്രസ്, ട്രങ്കേറ്റഡ്, ബെൽഫാസ്റ്റ്, സ്റ്റീല്, കോമ്പസിറ്റ്. ഇതിനകത്ത് സ്റ്റീൽ എന്ന് പറയുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്, വരയ്ക്കാനും ഉള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്പാൻ പറഞ്ഞു പോകും. ഇത് തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ലീൻ ടു റൂഫിന് 2.4. ഇപ്പോൾ നമ്മളങ്ങനെ ഓരോന്നിൻ്റെയും സ്പാൻ അത് മാത്രം പഠിച്ചു പോവുക. അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും വരയ്ക്കാൻ മാത്രം ജസ്റ്റ് ഒന്ന് കീ ഡയഗ്രാം വരയ്ക്കാനുള്ളത് മാത്രം അറിയാം. കീ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പടം വരയ്ക്കുന്നതിന് മുമ്പും ജസ്റ്റ് ഒന്ന് ഇതായിരിക്കും ഡ്രസ്സ് എന്നുള്ളത് ഒരു കീ ഡയഗ്രാം വരയ്ക്കും. അതിനെയാണ് ഈ ഡയഗ്രത്തെയാണ് കീ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഓരോന്നിനും ഓരോ രീതിയുണ്ട്, കാണിച്ചു തരാം. ആദ്യം നമ്മൾ കിങ് പോസ്റ്റ് ട്രസ് നോക്കുവാണെങ്കിൽ, എ കിങ് പോസ്റ്റ് ട്രസ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കമ്പണൻസ്: ലോവർ ടൈ ബീം, 2 ഇൻക്ലൈൻഡ് പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ്, 2 സ്ട്രട്സ് ആൻഡ് എ കിങ് പോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കിങ് പോസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കിങ് പോസ്റ്റ് ട്രസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഇതിൻ്റെ സ്യൂട്ടബിൾ സ്പാൻ വേരിയേഷൻ അല്ലെ വേരി ചെയ്യുന്നത് 5 തൊട്ട് 8 മീറ്റർ വരെ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 തൊട്ട് 8 മീറ്റർ വരെയാണ് നമ്മൾ ഈ ഡ്രസ്സ് കൊടുക്കാറ്. ഓക്കെ, ബാക്കിയുള്ള കാര്യം ഞാനിപ്പോൾ പറയാം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനിയും പടം വരയ്ക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഇതാണ് കിങ് പോസ്റ്റ് ഡ്രസ്സ്. ഒരു കീ ഡയഗ്രാം വെച്ച് പറയുവാണെങ്കിൽ ഇതെങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, അതായത് കിങ് പോസ്റ്റ് ഡ്രസ്സിന് ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു ടൈ ബീം ഉണ്ട് അടിയിൽ, 2 സ്ട്രട്ടും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കിങ് പോസ്റ്റ് ഇരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രിൽ കാണുന്ന ഇതാണ് ഒരു പോസ്റ്റ് പോലെ ഇരിക്കുന്ന സാധനമാണ് കിങ് പോസ്റ്റ്. അതുകൊണ്ടാണ് ഇതിനെ കിങ് പോസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 to 8 മീറ്റർ ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിങ് പോസ്റ്റ് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ പറയാം ഇതിൽ 2 സ്ട്രട്ടുണ്ട്. സ്ട്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രഷൻ താങ്ങുന്ന എലമെൻറ്റിനെയാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. കംപ്രസീവ് ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റിനെയാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. നടുക്ക് കാണുന്നതാണ് കിങ് പോസ്റ്റ്. ഇവിടെ താഴെ കാണുന്നതാണ് ടൈം ബീം. ഈ 2 സൈഡിലത്തെ റാഫ്റ്ററിൻ്റെ എൻഡ്സ് തമ്മിൽ ബന്ധിപ്പിക്കാനുള്ളതാണ് ടൈ ബീം. മുകളിൽ കാണുന്ന 2 പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഒരു റൈറ്റ് അബൌട്ട് കിങ് പോസ്റ്റ് ഡ്രസ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും എഴുതുക. അതുപോലെ തന്നെ ഇതുപോലെ വരച്ചിട്ട് ഡിഫൈൻ ചെയ്യുക. അതായിരിക്കും എളുപ്പം. വരച്ചിട്ട് എഴുതുക. സ്പാൻ പഠിച്ചു വയ്ക്കുക. 5 to 8 ആണ് കിങ് പോസ്റ്റ്. ക്യൂൻ പോസ്റ്റ് ആണെങ്കിൽ 8 തൊട്ട് 13 വരെയാണ്. 8 to 13 ആണ് ക്യൂൻ പോസ്റ്റ് ഡ്രസ്. നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ്. ഇത്രയും ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട. കാരണം ഇത് തന്നെ നിങ്ങൾ സ്റ്റീൽ ഡ്രസ്സ് പഠിക്കുമ്പോൾ ഇതിനെക്കാട്ടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതിനകത്തുള്ള ചെറിയ ചെറിയ എലമെൻസിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ പഠിക്കണ്ട. നമുക്ക് അപ്പോൾ പഠിക്കാം. ജസ്റ്റ് കീ ഡയഗ്രാം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കണ്ടോ, ഇതാണ് നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റുന്ന ഒരു കിങ് പോസ്റ്റ് ഡ്രസ്. ഓക്കെ, അതിൽ ഈ സെൻട്രിൽ കാണുന്നതാണ് പോസ്റ്റ്, കിങ് പോസ്റ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇത് 2 സ്ട്രട്ടാണ്. ഇതാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. അടിയിലുള്ളത് ടൈ ബീം. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈ ബീമും റാഫ്റ്ററും എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സ്ട്രട്ട് മാത്രമേ ഉള്ളൂ പറയാൻ. ഞാൻ സ്ട്രട്ട് ഇപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ക്യൂൻ പോസ്റ്റ് ഡ്രസ്. ക്യൂൻ പോസ്റ്റ് ഡ്രസ് ഡിഫേഴ്സ് ഫ്രം എ കിങ് പോസ്റ്റ് ഡ്രസ് ഇൻ ഹാവിങ് 2 വെർട്ടിക്കൽ പോസ്റ്റ് റാദർ ദാൻ 1. മറ്റേ കിങ്ങിലാണെങ്കിൽ ഒറ്റ വെർട്ടിക്കൽ പോസ്റ്റേ ഉള്ളായിരുന്നു. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ ക്യൂൻ പോസ്റ്റ് ഡ്രസ് ദർ ആർ 2 വെർട്ടിക്കൽ പോസ്റ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെന്ത് സ്പാൻ കൂടുതൽ എടുക്കാൻ പറ്റുന്നത്. അത് 5 തൊട്ട് 8 മീറ്റർ വരെ ഒരു പോസ്റ്റിലാണ് നിൽക്കുന്നത്. ഇത് 8 തൊട്ട് 13 മീറ്റർ വരെ 2 പോസ്റ്റിലാണ് നിൽക്കുന്നത്. 12 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ 13 വരെ താങ്ങാൻ പറ്റും. ചില ടെക്സ്റ്റുകളിൽ 13 മീറ്റർ എന്നും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഡോണ്ട് ഗോ ഫോർ ദീസ് മച്ച് തിയറി, ജസ്റ്റ് നോ അബൌട്ട് ദ ഡയഗ്രാം. ഓക്കെ, ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. കണ്ടില്ലേ? അപ്പം ഇതിലെല്ലാം ഹാഫ് വെച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇത് മൊത്തം കൊടുത്തിട്ടില്ല. പകുതിക്ക് സെക്ഷൻ ചെയ്താൽ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഒരു ലൈൻ പോയേക്കുന്നുണ്ട്. അതാ സെക്ഷൻ ലൈൻ. അത്രയും സെക്ഷൻ ചെയ്തിട്ട് കാണിച്ചേക്കുവാണ്. ഇത്രയും കാര്യങ്ങൾ കാണിക്കാനുള്ള കാര്യം ക്ലിയർ ആയിട്ട് കാണിച്ചേക്കാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ കീ ഡയഗ്രാം വരച്ച് കാണിക്കാം ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. നമ്മുടെ ക്യൂൻ പോസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് 8 to 13 മീറ്റർ താങ്ങാൻ പറ്റുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ് ഇപ്പോൾ വരച്ചത്. അടി കൂടെ ഒരു ടൈ ബീം പോകുന്നുണ്ട്. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഇത് ക്യൂൻ പോസ്റ്റ്. ഇതിനെ കണക്ട് ചെയ്തൊരു ബീമുണ്ട്. വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് 2 സ്ട്രട്ടും കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ക്യൂൻ പോസ്റ്റിലുള്ളത്. അതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന ഈ 2 എന്ത്? ക്യൂൻ പോസ്റ്റ്. ഓക്കെ, ഈ വെർട്ടിക്കലി കൊടുക്കുന്ന 2 ക്യൂൻ പോസ്റ്റ്. കിങ് പോസ്റ്റിൽ ഇങ്ങനെ അല്ലായിരുന്നു ഡയഗ്രാം, വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരൊറ്റ പോസ്റ്റിലായിരുന്നു കിങ് പോസ്റ്റിലായിരുന്നു ആ ഡ്രസ്സ് നിന്നത്. ക്യൂൻ പോസ്റ്റിലാകുമ്പോൾ 2 നിൽക്കുന്നത്. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന്. പിന്നെ ഈ ബീമിന് പറയുന്ന പേരാണ്, ഇവിടെ കണക്ട് ചെയ്യുന്ന ബീമിന് പറയുന്ന പേരാണ് സ്ട്രെയിനിങ് ബീം. ഓക്കെ, താഴെ ഉള്ളതിന് ടൈ ബീം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സില്ലുണ്ട്. സില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡോയ്ക്കും സില്ലുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു സാധനമാണ് സില്ല്. ബോട്ടം പോർഷൻ എപ്പോഴും നമ്മൾ സില്ലെന്നാണ് പറയുന്നത് യൂഷ്വലി. നമ്മളത് വിൻഡോസിൻ്റെ കേസിലും ആർച്ചിൻ്റെ കേസിലൊക്കെ നമ്മൾ ആർച്ചിൻ്റെ കേസിൽ അങ്ങനെ പറയാറില്ല. വിൻഡോസിൻ്റെ കേസിലും അതുപോലുള്ള കാര്യങ്ങളുടെ കേസിലൊക്കെ നമ്മൾ സില്ലെന്ന് ഉപയോഗിക്കാറുണ്ട് വാക്ക്. സപ്പോർട്ട് അല്ലെങ്കിൽ ബോട്ടം എന്നൊക്കെ പറയുന്നതിനെയാണ് സില്ലെന്ന് പറയുന്നത്.
So let's go to the next slide. This is a real life example for queen bow stress. ഓക്കെ, മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഇനി കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്വീൻ പോസ്റ്റ് സ്ട്രെസ് 12 മീറ്റർ വരെ അല്ലെ 13 മീറ്റർ വരെ ഈ കോമ്പിനേഷനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ ഗ്രേറ്റർ സ്പാൻസിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രിൻസസ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു 2 സൈഡിൽ ഓരോ പ്രിൻസസ് പോസ്റ്റ് കൂടെ കൊടുക്കാൻ പറ്റും. അതായത് കിങ്ങും ക്യൂനും കൂടെ വന്നിട്ട് പിന്നെ ഒരു പ്രിൻസസ് പോസ്റ്റ് കൂടെ വരും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ടിങ് കോമ്പിനേഷൻ ഒരു 18 മീറ്റർ വരെ ഉയർത്താൻ പറ്റും. കിങ്ങും ക്യൂനും കൂടെ നമ്മൾ സാധാരണ 12 മീറ്റർ 13 മീറ്റർ വരെ പറ്റത്തുള്ളൂ. കിങ് 8 വരെയും ക്യൂനാണെങ്കിൽ 12 വരെ 13 വരെയും. അപ്പോൾ ക്യൂൻ പോസ്റ്ററിൻ ഇത് രണ്ടും കൂടെ നമ്മൾ കോമ്പിനേഷനിൽ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18 മീറ്റർ വരെ അതിൻ്റെ സ്പാൻ ഉയർത്താൻ പറ്റും. സോ ദിസ് ഈസ് ദ കീ ഡയഗ്രാം ഫോർ കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ് സ്ട്രെസ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എവിടെ ക്യൂനും കിങ്ങും വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ക്യൂൻ വരുന്നുണ്ട്, ഇവിടെ ക്യൂൻ വരുന്നുണ്ട്, ഇവിടെയും ക്യൂൻ വരുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന കുഞ്ഞു പോസ്റ്റാണ് എന്ത്? പ്രിൻസസ് പോസ്റ്റ്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും മക്കളെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ക്യൂനും കിങ്ങും കൂടെ ചേരുമ്പോൾ ഇവിടെ ഒരു സ്പാൻ ഉയർത്താൻ വേണ്ടി 2 പ്രിൻസസ് പോസ്റ്റ് കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഏറ്റവും മുകളിലുള്ളതാണ് കിങ് പോസ്റ്റ്. ഓക്കെ, കിങ് ഇവിടെ 2 ക്യൂവിന്, ഇവിടെ 2 പ്രിൻസസ് പോസ്റ്റ്. പിന്നെ ഇടയ്ക്ക് കണക്ട് ചെയ്തിരിക്കുന്നതെല്ലാം സ്ട്രട്സ് ആണ്. ഓക്കെ, കംപ്രഷൻ എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന മെമ്പേഴ്സാണ് സ്ട്രട്സ്. ഓക്കെ, താഴെ ടൈ ബീമും ഉണ്ട്. ഏറ്റവും താഴെ നീളത്തിൽ ഹൊറിസോണ്ടലായിട്ട് കൊടുത്തിരിക്കുന്നത് ടൈ ബീമാണ്. മുകളിൽ സ്ട്രെയിനിങ് ബീമും കൊടുത്തിട്ടുണ്ട് കിങ് പോസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട്. അപ്പോൾ പല രീതിയിൽ കൊടുക്കാൻ പറ്റും. തൊട്ട് താഴത്തെ ട്രസ്സിലും നമ്മൾ കിങ് പോസ്റ്റും അതുപോലെ അനുബന്ധമായിട്ടുള്ള ക്യൂവിനും പ്രിൻസസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ തന്നെയാണ്. അടുത്തതാണ് മൻസാർഡ് റൂഫ് ട്രസ്. ദിസ് റൂഫ് ട്രസ് നെയിം ഗിവൺ ബൈ ഇറ്റ്സ് ഡിസൈനർ ഫ്രാങ്കോയിസ് മൻസാർഡ്, എ ഫ്രഞ്ച് ആർക്കിടെക്ട്. മനസ്സിലായല്ലോ. മൻസാർഡ് റൂഫ് ട്രസ് is the combination of king and queen post truss. It is a 2-story truss with the upper portion consisting of king post truss and the lower portion consisting of queen post truss. The entire truss have 2 pitches. The upper pitch varies from 30 to 40 while the lower 60 to 70. The use of this truss results in economy in space. അതായത് ഇവിടെ 2 ആംഗിളിലായിരിക്കും പോകുന്നത്. അതായത് നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് കിങ്ങും ബോട്ടം എന്ന് പറഞ്ഞാൽ ക്യൂവിന്. നേരത്തെ പറഞ്ഞ പോലെ കോമ്പിനേഷൻ തന്നെയാണ്, പക്ഷേ ഇവിടുത്തെ വ്യത്യാസം 2 ആംഗിളിലാണ് പോകുന്നത്. അതായത് മുകളിൽ 30 to 40 ഡിഗ്രി നിൽക്കുവാണെങ്കിൽ താഴെ അത് 60 to 70 ഡിഗ്രിയിലായിരിക്കും നിൽക്കുന്നത്. ആംഗിൾ ചേഞ്ച് കണ്ടില്ലേ? ഇത് 30 to 40 ആണെങ്കിൽ ഇത് 60 to 70 ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. മുകളിൽ കിങ്ങും വരും, താഴെ ക്യൂനും വരും. ഓക്കെ, നമുക്ക് അതിൻ്റെ ഫിഗറിലോട്ട് കിടക്കാം. 2 രീതിയിലുള്ള സ്ലോപ്പിംഗ് ചേഞ്ച് അവിടെ വ്യക്തമായിട്ടും കാണാൻ പറ്റും. ഇതാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ. ഓക്കെ, ഇവിടെ ദിസ് വിൽ മേക്ക് ആംഗിൾ ഓഫ് 30 ഡിഗ്രി ആൻഡ് ദിസ് വിൽ മേക്ക് ആംഗിൾ ഓഫ് 60 to 70 ഡിഗ്രി. ഓക്കെ, ഫസ്റ്റ് മുകളിൽ നമുക്ക് കിങ് പോസ്റ്റും കാണാം, താഴെ നമുക്ക് രണ്ടാമത്തെ നിലയെന്ന് പറയുന്ന പോലെ രണ്ടാമത്തെ നിലയിൽ നമുക്ക് ക്യൂൻ പോസ്റ്റും കാണാം. അപ്പോൾ അത് 2 രീതിയിൽ കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം. ഓൾട്ടർനേറ്റീവ് ഫോംസ് പഠിക്കാൻ എളുപ്പം ഇതാണ്, കിങ് പോസ്റ്റും ക്യൂൻ പോസ്റ്റും. The only difference between the combination and mansard is the 30 degree, the slope changes. That is upper level is 30 to 40 degree and the bottom layer is bottom slope is 60 to 70 degree. Okay. The next one is truncated truss. The truncated truss is similar to mansard truss except that its top is formed flat with a gentle slope to one side. This type of truss is used when it is required to provide a room in the റൂഫ് ബിറ്റ്വീൻ ദ 2 ക്യൂൻ പോസ്റ്റ് ഓഫ് ദ ട്രസ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച സമയത്ത് എല്ലാം പഠിച്ചത് ഇങ്ങനെ കൂര പോലെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മുകളിൽ ഇങ്ങനെ കൂര പോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മുകളിൽ റൂമൊന്നും ചെയ്യാൻ പറ്റത്തില്ല, റൂഫിനകത്ത് റൂംസ് ഒന്നും പറ്റത്തില്ല. പക്ഷേ അതിന് പകരം ഈ ട്രസ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ, കൂര പോലെ അല്ലാതെ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു റൂം അക്കോമഡേറ്റ് ചെയ്യാം ഇതിനകത്ത്. സോ that's the importance of a truncated truss. That is just the difference between a truncated truss and a queen post truss. Okay, queen post truss എന്ന് പറയുന്നത് എന്തായിരുന്നു?
ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയുള്ളതായിരുന്നു ക്യൂൻ ബോ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രട്ട് വേണേൽ ഇങ്ങനെ കൊടുക്കാം. ഇതായിരുന്നു ക്യൂൻ ബോ സ്ട്രെസ്. ഇതിന് മുകൾ വശം എടുത്ത് മാറ്റുന്നതാണ് ട്രങ്കേറ്റഡ് ട്രസ്. ഇതാ കണ്ടോ, ഇതിനകത്ത് ട്രങ്കേറ്റഡും ക്യൂനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, സ്ലോപ്പ് ചേഞ്ച്. അത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയാണ് ആ റൂഫിൽ കൊടുത്തേക്കുന്നത്. അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പോൾ ഇതൊരു ക്യൂൻ ബോ സ്ട്രെസ് ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? ജസ്റ്റ് ഇതാ ഇവിടെ തമ്മിലൊരു കണക്ഷൻ വന്നേനെ. ഈ കൂര എടുത്ത് മാറ്റുന്നതാണ് എന്ത്? ട്രങ്കേറ്റഡ് ട്രസ്. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ട്രങ്കേറ്റഡ് ആൻഡ് എ ക്യൂൻ. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അത് സീലിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനകത്തൊരു റൂം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റൂഫിനകത്തൊരു റൂം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് വി യൂസ് ട്രങ്കേറ്റഡ് ട്രസ്. ബെൽഫാസ്റ്റ് റൂഫ് ട്രസ് അല്ലെങ്കിൽ ഇതിനെ ബോസ്ട്രിങ് ട്രസ് എന്നും പറയും. എന്തുകൊണ്ടാണ് ബോസ്ട്രിങ് ട്രസ് അല്ലെങ്കിൽ ബെൽഫാസ്റ്റ് എന്ന് പറയുന്നത്? ബെൽഫാസ്റ്റിനെ ബോസ്ട്രിങ് എന്നും പറയുന്നുണ്ടല്ലോ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പിനെ വ്യക്തമാക്കുന്നത് കൊണ്ടാണ് അതിനെ ബോസ്ട്രിങ് എന്ന് പറയുന്നത്. ദിസ് ട്രസ് ഇൻ ദ ഫോം ഓഫ് എ ബോ പോലെ ഇരിക്കും. ഓക്കെ, അമ്പ് വളച്ചു വെച്ചേക്കുന്ന പോലെ, അമ്പ് വില്ലും ഉള്ളതുപോലെ തന്നെ അതുപോലെ ബോ വളച്ചു വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ കീ ഡയഗ്രാം കാണുമ്പോൾ. യൂഷ്വൽ ട്രസ് ഷേപ്പ് ആയിരിക്കില്ല ബോസ്ട്രിങ് ട്രസ് അല്ലെങ്കിൽ ബെൽഫാസ്റ്റ് ട്രസ്സിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇഫ് ദ റൂഫ് കവറിങ് ഇസ് ലൈറ്റ്, ദിസ് റൂഫ് ട്രസ് ക്യാൻ ബി യൂസ്ഡ് അപ് ടു 30 മീറ്റർ സ്പാൻ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ ട്രസ്സാണ് ബെൽഫാസ്റ്റ് ട്രസ്. കണ്ടില്ലേ? ഇതിങ്ങനെ വരും, വളഞ്ഞിരിക്കും, കേർവ്ഡ് ആയിരിക്കും. റൂഫ് കവറിങ് എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ള റൂഫ് കവറിങ് ആണെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷീറ്റിനൊക്കെ ഭയങ്കര വെയിറ്റ് കൂടിയ റൂഫിംഗ് മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബെൽഫാസ്റ്റ് ട്രസ് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിക്കാം. ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ആർച്ച് ഡാം പോലെ ഇരിക്കുന്ന പോലെ സെക്ഷൻ അങ്ങനെ ഇരിക്കും. ആർച്ച് ഷേപ്പിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഫിഗറിലേക്ക് പോകാം. Next one is composite roof truss. Roof truss is made of two materials such as timber and steel. രണ്ട് മെറ്റീരിയൽ, അതിപ്പം ടിമ്പറോ ആവാം, സ്റ്റീലോ അല്ലെങ്കിൽ വേറെ വല്ല അലൂമിനിയോ ടിമ്പറോ അല്ലെങ്കിൽ സ്റ്റീലോ ആവാം. അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽസ് തമ്മിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ടൈപ്പ് ട്രസ്സിനെയാണ് കോമ്പോസിറ്റ് റൂഫ് ട്രസ് എന്ന് പറയുന്നത്. ഇനി കോമ്പോസിറ്റ് ട്രസ് ദ ടെൻഷൻ മെമ്പേഴ്സ് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ വൈൽ കംപ്രഷൻ മെമ്പേഴ്സ് ആർ മെയ്ഡ് ഓഫ് ടിമ്പർ. അതായത് നമുക്കറിയാം സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുക്കുന്നത്, വൈൽ അതർ മെമ്പേഴ്സ് ആർ നോട്ട് ദാറ്റ് മച്ച് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ടെൻഷൻ. ഓക്കെ, ദാറ്റ്സ് വൈ യൂസ് സ്റ്റീൽ ആസ് ദ ടെൻഷൻ മെമ്പേഴ്സ് വൈൽ ടിമ്പർ ആസ് ദ കംപ്രഷൻ മെമ്പർ. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുക്കുന്നത് സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് കോമ്പോസിറ്റ് ട്രസ്സിൽ ടെൻഷൻ മെമ്പറിന് എന്തുപയോഗിക്കാം? സ്റ്റീൽ ഉപയോഗിക്കാം. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുള്ളിങ് എഫക്റ്റ്, ഏറ്റവും കൂടുതൽ വലിയാൻ പറ്റുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്റ്റീലാണ്. ഓക്കെ, if tension members are made of timber, their section becomes very heavy because of reduction of section at the joint. Special fittings are required at the junction of steel and timber members. Okay, അപ്പോൾ ഇതാണ് ഒരു കോമ്പോസിറ്റ് കിങ് ബോ സ്ട്രെസ്. ഇതിനകത്ത് പല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതായി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് പെർലിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് തടിയാണ്. ഓക്കെ, ആ ഫിഗർ കാണുമ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ താഴെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, കിങ് പോസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന താഴത്തെ ടൈ റോഡ് എന്ന് പറയുന്നത് സ്റ്റീലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ കിങ് പോസ്റ്റും സ്റ്റീലായിരിക്കും വരുന്നത്, ബാക്കിയൊക്കെ തടിയായിരിക്കും. ഓക്കെ, ഈ ഫിഗറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കിങ് പോസ്റ്റ്, അതുപോലെ തന്നെ കോമൺ റാഫ്റ്റർ, പ്രിൻസിപ്പൽ റാഫ്റ്റർ, റൂഫിങ്, പെർലിന്, ക്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബാറ്റൻസ് വെച്ചേക്കുന്ന സാധനമാണ്. ബാറ്റൻസ് അല്ല, പെർലിനെ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി തടയാൻ വെച്ചിരിക്കുന്ന, ഫിറ്റ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ക്ലീറ്റ്. ചെറിയൊരു വുഡൻ പീസാണ് അല്ലെങ്കിൽ സ്റ്റീൽ പീസാണ് ക്ലീറ്റ്. ഓക്കെ, ഈ ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു പെർലിനെ ഇവിടുന്ന് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ സാധനം വെച്ചിട്ടുണ്ട്, അതിനെയാണ് ക്ലീറ്റ് എന്ന് പറയുന്നത്. തട വെക്കത്തില്ലേ വണ്ടിക്കൊക്കെ, അതുപോലെ തന്നെ സിമ്പിൾ, അത് തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ പടം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് സ്റ്റീൽ റൂഫ് ട്രസ്. അപ്പോൾ നമുക്ക് ഈ മോഡ്യൂളിൽ എന്തൊക്കെയാണുള്ളത് നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ. സ്റ്റീൽ റൂഫ് ട്രസ്സും അതുപോലെ തന്നെ
ദ പെൻഡിങ് വൺ ഈസ് സ്റ്റെയർസ്, റീഇൻഫോഴ്സ്ഡ് RCC സ്റ്റെയർസ്. RCC സ്റ്റെയർ അല്ലെ സ്റ്റെപ്പിൻ്റെ സ്റ്റെയർസിൻ്റെ ഡിസൈൻ അല്ല, അതിൻ്റെ ഡ്രോയിങ്ങും ഡിസൈൻ ചെറിയ രീതിയിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ട് ലൈൻസേ വരത്തുള്ളൂ. എത്ര സ്റ്റെപ്പ് വേണമെന്ന് തീരുമാനിക്കുന്നതാണ്. ആൻഡ് ദെൻ സ്റ്റീൽ റൂഫ് ട്രസ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഈ മോഡ്യൂളിലെ വരയ്ക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതൊക്കെ തിയറീസാണ്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കുറേ തിയറീസ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമ്മൾ എന്തിനാണ് സ്റ്റീൽ റൂഫ് ട്രസ് യൂസ് ചെയ്യുന്നത്? സ്പാന് 10 മീറ്റർ കൂടുതലാണെങ്കിൽ നമുക്ക് ടിമ്പർ ട്രസ്സസ് ഹെവി ആയി മാറും. കാരണം ഒരുപാട് വലിയ സെക്ഷൻസ്, ഒരുപാട് വലിയ തടിമാടന്മാരായിട്ടുള്ള എലമെൻസിനെ യൂസ് ചെയ്യേണ്ടി വരും ഇൻ ദ കേസ് ഓഫ് ടിമ്പർ ആണ്. കാരണം ടിമ്പറിന് അത്രയും സ്ട്രെങ്തേ ഉള്ളൂ. അപ്പം വലിയൊരു സ്ട്രെങ്ത് വേണമെങ്കിൽ വലിയൊരു ഇപ്പം സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. വലിയ സെക്ഷനിലുള്ള വലിയ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് വേണം ഇത് പണിയാൻ. അപ്പം നമ്മൾ ഇതിന് പകരം ഇൻസ്റ്റഡ് നമ്മൾ സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയൊരു സെക്ഷനിൽ തന്നെ വലിയൊരു സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. സോ സ്റ്റീൽ ട്രസ്സസ് ആർ മോർ എക്കണോമിക്കൽ ഫോർ ലാർജ് സ്പാൻസ്. ചെറിയ സ്പാനിനൊക്കെ ആണെങ്കിൽ ടിമ്പർ ഉപയോഗിക്കാം. നമ്മൾ വീടുകളിൽ തട്ടുമ്പുറോ അല്ലെങ്കിൽ ഓട് വയ്ക്കാനോ അതിനൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏത് ഉപയോഗിക്കാം, തടി ഉപയോഗിക്കാം. പക്ഷെ ഇപ്പോൾ തടി നമ്മൾ വളരെ വിരളമായിട്ടാണ് യൂസ് ചെയ്യാറ്. നമ്മളിപ്പോൾ സ്റ്റീൽ തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ മോർ എക്കണോമിക്കൽ. എന്താണ് മോർ എക്കണോമിക്കലാണ്? കാശ് ലാഭമുണ്ട്. കാരണം വലിയ സെക്ഷൻസ് വേണ്ട, തടിക്കൊക്കെ നല്ല വിലയാണ് സ്റ്റീലിനെ അപേക്ഷിച്ച്. ഓക്കെ, കുറച്ച് സ്റ്റീലും കൊണ്ട് നമുക്ക് കൂടുതൽ സ്പാൻ ചെയ്യാൻ പറ്റും. ഈസി ടു കൺസ്ട്രക്ട് ആൻഡ് ഫാബ്രിക്കേറ്റ്, ഫയർ പ്രൂഫാണ്, റിജിഡാണ്, പെർമനൻ്റ് ആണ്, എല്ലാം വളരെ നല്ലതാണ്. ഓക്കെ, അതുപോലെ ടെർമൈറ്റ് അറ്റാക്ക് അതൊന്നും നടക്കത്തില്ല അല്ലേ? സ്റ്റീലാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമില്ല. പെയിൻറ്റ് ചെയ്ത് യൂസ് ചെയ്യും. ടിമ്പറും പെയിൻറ്റ് ചെയ്യാം, പക്ഷെ ദർ ഇസ് എ ചാൻസ് ഓഫ് ഈ വെള്ളം വീണ് ചെതുക്കിച്ച് പോകാനും അതുപോലെ തന്നെ ടെർമൈറ്റ് അറ്റാക്ക്, ചെതൽ വരാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സ്റ്റീൽ ട്രസ്സസ് ആർ ഫാബ്രിക്കേറ്റഡ് ഫ്രം റോൾഡ് സ്റ്റീൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ് സച്ച് എസ് ചാനൽസ്, ആംഗിൾസ്, ടി സെക്ഷൻസ്, പ്ലേറ്റ്സ്. അതായത് പല രീതിയിൽ വരുന്ന രീതിയിലുള്ള മെമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിനെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബാറിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എനിക്ക് കാണാൻ പറ്റും. വാട്ട് ഡു മീൻ ബൈ ക്രോസ് സെക്ഷൻ? മനസ്സിലായല്ലോ എന്താണ് ക്രോസ് സെക്ഷൻ? ഓക്കെ, യൂഷ്വലി നമ്മൾ കോൾഡ് ഫോംഡ് ആയിട്ടുള്ള സ്ക്വയറോ റെക്റ്റാങ്കിൾ സെക്ഷൻസ് ആണ് യൂസ് ചെയ്യാറ് ഇങ്ങനെയുള്ളത്. പക്ഷേ വലിയ സ്ട്രക്ചേഴ്സിനൊക്കെ നമ്മൾ മറ്റ് രീതിയിലുള്ള സ്ട്രക്ചറൽ ക്രോസ് സെക്ഷൻ വരുന്ന എലമെൻസും യൂസ് ചെയ്യാറുണ്ട്. അതായത് ടി യൂസ് ചെയ്യാറുണ്ട്, ഐ സെക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇതിനെ റോൾഡ് സ്റ്റീൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്, റോൾഡ് സെക്ഷൻസ് എന്നും പറയും. പ്ലേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ആംഗിൾസ് യൂസ് ചെയ്യാറുണ്ട്. ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ലെഗ് വരുന്നത്. പിന്നെന്താണ് യൂസ് ചെയ്യുന്നത്? ചാനൽ സെക്ഷൻ യൂസ് ചെയ്യാം. സി പോലെ വരുന്നതാണ് ചാനൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷൻസ് ഒക്കെ നമ്മൾ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് യൂഷ്വലി ഐ ഒക്കെ വരുന്നത് ബീംസിനും കോളംസിനും ഒക്കെയാണ്. സ്ട്രട്ടും ടൈയും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത് ആംഗുലാർ സെക്ഷൻസ് ആണ്. ആംഗിൾ തന്നെ നമ്മൾ 2 രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ 2 ഡബിൾ ആംഗിൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പം കോളമായിട്ടൊക്കെ 4 ആംഗിൾസ് ഒന്നിച്ച് യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ. എന്നിട്ട് ഇത് തമ്മിൽ ബോൾട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ബോൾട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനൊക്കെ സന്ദർശിക്കുന്ന സമയത്ത്, എവിടെയെങ്കിലും പോകാനൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെയൊക്കെ നോക്കിയാൽ മതി. റെയിൽവേ സ്റ്റേഷനൊക്കെ യൂഷ്വലി അല്ല, അത് ഫുള്ള് സ്റ്റീലാണത് മൊത്തം. അപ്പോൾ നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കുമ്പോൾ അതിൻ്റെ സെക്ഷൻസും അതുപോലെ തന്നെ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഷെഡുകൾ നോക്കിയിട്ട് കാര്യമില്ല. അതിലെല്ലാം നമ്മുടെ സാധാ കോൾഡ് ഫോംഡ് ആയിരിക്കും. ഇങ്ങനത്തെ സ്ട്രക്ചറൽ സ്റ്റീൽ മെയിൻ സെക്ഷൻസ് ഒന്നും കാണത്തില്ല. എല്ലാം കോൾഡ് ഫോംഡ്, സർക്കുലാർ, റൗണ്ട്, റെക്റ്റാങ്കുലർ അങ്ങനത്തെ ആയിരിക്കും. പക്ഷേ വെൻ വി സീ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻസ് വി കുഡ് ഐഡൻറ്റിഫൈ സം ബെറ്റർ സെക്ഷൻസ് ലൈക്ക് ടി, ഐ പ്ലേറ്റ്സ്, അതുപോലുള്ള ആംഗുലാർ സെക്ഷൻ, അതുപോലെ തന്നെ ഗസറ്റ് പ്ലേറ്റ്, അങ്ങനെയുള്ള കുറേ പ്ലേറ്റ് ഉണ്ട്. കാരണം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ പ്ലേറ്റ് യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇതിലായിരിക്കും ബോൾട്ട് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴേലും സ്റ്റീൽ കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഐഡൻറ്റിഫൈ നോക്കിയാൽ മതി, കാണാൻ പറ്റും. അതായത് ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾക്ക് തൊട്ടടുത്ത് കിട്ടുന്ന റെയിൽവേ സ്റ്റേഷനാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതെല്ലാം കാണാൻ പറ്റും. Okay, most of the roof trusses are fabricated from angle sections because they can resist effectively both tension as well as compression and their jointing is easy. ആംഗുലർ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ,
ഇങ്ങനെയുള്ള ആംഗുലർ സെക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എൽ എന്നൊക്കെ പറയാം, പക്ഷേ ആംഗിൾ എന്നാണ് പറയുന്നത് അതിൻ്റെ കറക്റ്റ് പേര്. സ്റ്റീൽ ഡ്രസ്സസ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ദ ഫോളോയിങ് കാറ്റഗറീസ്. ഓപ്പൺ ഡ്രസ്സസ് ഉണ്ട്, നോർത്ത് ലൈറ്റ് ഡ്രസ്സസ് ഉണ്ട്, ബോസ്ട്രിങ് ഉണ്ട്, ആർച്ച്ഡ് റിബ് ഡ്രസ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും കാര്യമായിട്ടൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, ദീസ് ആർ സ്റ്റീൽ ഡ്രസ്സസ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് രീതിയിലുള്ള ഡ്രസ്സസ്സൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഡ്രസ്സസ് സ്റ്റീലിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് കിങ് ബോസ്റ്റ് ആയാലും ക്യൂൻ ബോസ്റ്റ് ആയാലും ആ രീതിയിലൊക്കെ നമുക്ക് സ്റ്റീലിനെ പ്രൊവൈഡ് ചെയ്യാം. സ്റ്റീൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല. ഓക്കെ, നോക്കിക്കോ, ഇതാണ് വലിയ വലിയ ഡ്രസ്സസ്സാണ് ഈ കാണിച്ചേക്കുന്നത്. അത് ഒരുപാട് സ്പാൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രട്സ് വെച്ചിട്ട് ഒരു ഡയഗ്രാം തന്നെ കൊടുക്കാൻ പറ്റും. നമ്മൾ യൂഷ്വലി ഇതൊക്കെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറുള്ള ഡ്രസ്സസ്സാണ് ഇത്. ഓക്കെ ഓക്കെ അപ്പം കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ബോസ്ട്രിങ് ഡ്രസ്സ് സ്റ്റീലിൽ തന്നെ ബോസ്ട്രിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 20 to 30 മീറ്റർ വരെ നമുക്കത് കൊടുക്കാൻ പറ്റും, ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന. പക്ഷേ എന്താണ്, ഈ റൂഫിംഗ് മെറ്റീരിയൽ വളരെ ലൈറ്റ് ആണെങ്കിൽ ബോസ്ട്രിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊന്നും പഠിക്കണ്ട. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ റൂഫ് കവറിങ്സിനെ പറ്റി പഠിക്കാം. ഓക്കെ, റൂഫിംഗ് അല്ലെങ്കിൽ റൂഫ് കവറിങ്സ്, അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇതുവരെയുള്ള ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മളിന്ന് ഡബിൾ റൂഫും അതുപോലെ തന്നെ ട്രിപ്പിൾ റൂഫുമാണ് പഠിച്ചത്. ട്രിപ്പിൾ റൂഫ് എന്ന് പറഞ്ഞാൽ ട്രസ്സ്. ഓക്കെ, ട്രസ്സും ഡബിൾ റൂഫുമാണ് ഇന്ന് നമ്മൾ പഠിക്കാനിടയായത്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.